43 വർഷത്തെ പ്രവൃത്തി പാരമ്പര്യം, 10,000-ലേറെ കുട്ടികൾ പഠിച്ചിറങ്ങിയ ക്യാമ്പസ്, അതേപോലെ തന്നെ 50-ലേറെ ഫാക്കൽറ്റീസ് പഠിപ്പിക്കുന്ന ഈ ക്യാമ്പസ്, അതുമാത്രമല്ല ഓൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഇൻസൈഡ് ക്യാമ്പസ് തന്നെ ഉള്ള ഒരു കോളേജ്. ഇങ്ങനൊരു കോളേജാണോ നിങ്ങളുടെ മകനോ മകൾക്കോ വേണ്ടി നിങ്ങൾ ആഗ്രഹിക്കുന്നത്? യെസ്, പവൻ കോളേജ് ഓഫ് നഴ്സിംഗ്. ഇൻസൈഡ് ക്യാമ്പസിനകത്ത് തന്നെ സ്വന്തമായി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ള ചുരുക്കം ചില കോളേജുകളിൽ ഒന്ന്. ഇതാണ് ഞങ്ങളുടെ കുട്ടികൾക്ക് പ്രാക്ടിക്കൽസ് കൊടുക്കുന്ന ഓൺ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. 43 വർഷത്തെ പ്രവൃത്തി പരമ്പരയുള്ള ഈ ക്യാമ്പസിൽ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകളാണ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ്. കൂടാണ്ട് അലൈഡ് ഹെൽത്ത് സയൻസ് കോഴ്സുകളായിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ അനസ്തേഷ്യ ടെക്നോളജി, BSc ഒപ്റ്റോമെട്രി, അതേപോലെ തന്നെ BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 25 ഏക്കർ വ്യാപിച്ചിടക്കുന്ന ഈ ക്യാമ്പസ് കോമ്പൗണ്ടിൽ തന്നെയാണ് വിശാലമായ ഗേൾസ് ഹോസ്റ്റലും സ്ഥിതി ചെയ്യുന്നത്. ഇനി അഫിലിയേഷൻസിനെയും അപ്രൂവൽസിനെയും പറ്റി പറഞ്ഞാലോ, നിങ്ങൾ സിംഗിൾ രജിസ്ട്രേഷൻ ക്യാമ്പസിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് സിംഗിൾ രജിസ്ട്രേഷൻ ക്യാമ്പസ്? സിംഗിൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? INC ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ, അതേപോലെ തന്നെ KNC കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെ അപ്രൂവൽ, അതേപോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് ആൻഡ് സയൻസിന്റെ അപ്രൂവൽ. അതാത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്ത്യക്കുള്ള സീറ്റുകളാണെങ്കിൽ അത്രത്തോളം ഇന്ത്യക്കുള്ള സീറ്റുകൾ മാത്രം പഠിപ്പിക്കുന്ന കോളേജാണ് സിംഗിൾ രജിസ്ട്രേഷൻ ക്യാമ്പസ്. ആ ഒരു കാറ്റഗറിയിൽ പെടുന്ന ഒരു കോളേജാണ് പവൻ കോളേജ് ഓഫ് നഴ്സിംഗ്. ഞാൻ ഈ കോളേജിലെ ഫാർമക്കോളജി ഗസ്റ്റ് ലെക്ചറാണ്. എൻ്റെ തന്നെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള കുട്ടികളോട് തന്നെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചാൽ മനസ്സിലാക്കാം. നമ്മുടെ പവൻ കോളേജിലെ ഏതാനും ചില മലയാളി സ്റ്റുഡൻസിനെ നമുക്ക് പരിചയപ്പെടാം. മോളുടെ പേരെന്തായിരുന്നു? ഷഹനാസ്. എവിടെ നിന്ന് വരുന്നു? ഇടുക്കി. ഓക്കെ. മോളുടെ പേരെന്തായിരുന്നു? ഫാത്തിമ. പത്തനംതിട്ട അല്ലേ? ഓക്കെ. വീണ കൊല്ലം. ഓക്കെ. പത്തനംതിട്ട. ഓക്കെ. ശരണ്യ ആലപ്പുഴ. യാ. റമി കോട്ടയം. യാ. അനില കായംകുളം. ആഷ്ന ഇടുക്കി. ഓക്കെ. നീ ബോയ്സിനെ നമുക്ക് പരിചയപ്പെടാം. പേരെന്തായിരുന്നു മോനെ? നെതുൽ. എറണാകുളത്ത് നിന്ന് വരുന്നത്. എറണാകുളം. ഓക്കെ. നമുക്ക് ഈ കുട്ടികളോട് തന്നെ നമ്മുടെ കോളേജിലെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് എന്താണെന്നൊക്കെ ഉള്ളത് ചോദിച്ച് മനസ്സിലാക്കാം. പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് നമ്മുടെ ക്ലിനിക്കൽസും കാര്യങ്ങളൊക്കെ? കോളേജിൽ തന്നെ ക്യാമ്പസിൽ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. ഓക്കെ. അതുകൂടാതെ പുറത്ത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും പ്രാക്ടിക്കൽസ് തരുന്നുണ്ടല്ലേ? ശരിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പേരൻസിനും സംശയമാണ് എങ്ങനെ ഈ കോളേജിൽ എത്തിച്ചേരാന്നുള്ളത്. നമുക്ക് ഈ സ്റ്റുഡന്റോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് നമ്മളെ കോളേജിലോട്ട് എത്തിച്ചേരുന്നത്? ഞാൻ വരുന്നത് പത്തനംതിട്ട കോന്നിയിലാണ്. അടുത്ത് ബംഗാർപേട്ട് സ്റ്റേഷൻ ഉണ്ട്. ബംഗാരപ്പേട്ട റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. 15 മിനിറ്റ് ദൂരേ ഉള്ളൂ. 15 മിനിറ്റ് ദൂരത്ത് നിന്ന് കോളേജിലോട്ട് എത്തിച്ചേരാൻ പറ്റും. എല്ലാ ട്രെയിനും ഇവിടെ സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ. നമുക്ക് ഈ കുട്ടി എടുത്തത് കോളേജിലെ ഹോസ്റ്റൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയുണ്ട് നമ്മളെ കോളേജിലെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് ഒക്കെ? ഹോസ്റ്റൽ ഇൻ ക്യാമ്പസ് തന്നെയാണ്. ഇവിടെ തന്നെയാണ് ഹോസ്റ്റൽ ഉള്ളത്. ഓക്കെ. നമുക്ക് ഒരു റൂമില് 3-4 പേര് അടങ്ങുന്നതായിരിക്കും. 3-4 പേര് അടങ്ങുന്ന റൂംസ് ആണ് ഉള്ളത്. അപ്പൊ റൂംസിനകത്ത് വരുന്ന പഠിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? സെപ്പറേറ്റ് കബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരി. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുന്നേ ഞാൻ മുഖേന അഡ്മിഷൻ എടുത്താണ് തോമസ്. ആ 2 വർഷം മുന്നേ തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളാണ് കോളേജിന്റെ അപ്രൂവൽസും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ കൃത്യമായിട്ട് INCയുടെയും KNCയുടെയും കോളേജിന്റെ അപ്രൂവൽസിന്റെ എല്ലാ കാര്യങ്ങളും തോമസിന്റെ വിശദീകരിച്ചു കൊടുത്താണ്. അപ്പോൾ ഏതാനും 2 വർഷം കഴിഞ്ഞതിന് ശേഷം തോമസ് എന്താണ് ഇപ്പം കോളേജിനെ പറ്റിയുള്ള അഭിപ്രായം? അപ്ഡേഷൻ ഈ INC അഫിലിയേഷൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കണക്ക് തന്നെയാണോ? അപ്ഡേറ്റ് ആണ്. ഇപ്പോഴും എങ്ങനെയാണ്? ഇപ്പം പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേഷൻ വരുന്നില്ലേ? ഉണ്ട്. സാർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരുന്നു. ലോണിന്റെ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. KNCയുടെ പേപ്പറൊക്കെ എല്ലാത്തിനും ഭയങ്കര ഗൈഡൻസ് ആയിരുന്നു. ഇനി കോളേജിലെ പ്രോഗ്രാംസും കൾച്ചറൽ ഈവന്റ്സും എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ കുട്ടികളോട് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയുണ്ട് മോളെ കോളേജിലെ പ്രോഗ്രാംസും കൾച്ചറൽസ് ആക്ടിവിറ്റീസ് ഒക്കെ? നല്ല പരിപാടികളൊക്കെ നല്ലപോലെ ഇവര് നടത്തി തരും. നമ്മൾ ചോദിക്കുന്ന പോലെ തന്നെ എല്ലാം ചെയ്തും തരും. മാനേജ്മെന്റ് കുറച്ചും കൂടെ ഈ ലൈബിലിറ്റി കാര്യങ്ങളൊക്കെ ചെയ്തു തരും. ഇനി നമുക്ക് ബോയ്സിന്റെ ഹോസ്റ്റൽ എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് ഈ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കാം. എങ്ങനെയാണ് മോനെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ? നിങ്ങളുടെ ഹോസ്റ്റലിന്റെ കാര്യമൊക്കെ ഓക്കെയാണ്. എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സേഫ് ആണോ ഹോസ്റ്റല്? സേഫ് ആൻഡ് സെക്യൂർഡ് ആണ്. ഓക്കെ. പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഹോസ്റ്റലിനകത്തുണ്ടോ? ഉണ്ട്. കോളേജിലോ ഹോസ്റ്റലിലോ റാഗിംഗ് പോലെ എന്തെങ്കിലും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയും കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും കുറച്ചും കൂടെ ഫ്രീഡത്തോടെ നിങ്ങൾക്ക് ഹോസ്റ്റലിനകത്തും കോളേജിലും നിൽക്കാൻ പറ്റുന്നുണ്ട്. ശരി. ഇനി നമുക്ക് കോളേജിലെ ഭക്ഷണം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കാം. മോളെ കോളേജിൽ ഫുഡ് എങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്? നല്ല ഫുഡാണ് കിട്ടുന്നത്. കേരള സ്റ്റൈൽ ഫുഡാണോ നിങ്ങൾക്ക് തരുന്നത്? കേരള സ്റ്റൈൽ ഫുഡാണ്. വേറെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഫുഡിൽ ഏർപ്പെടുന്നുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ. എങ്ങനെ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുക്കാം? എന്താണ് കോളേജിലെ ഫീസ് സ്ട്രക്ചർ? എന്താണ് കോളേജിന്റെ എലിജിബിലിറ്റി? ഇതിനെപ്പറ്റി എല്ലാം കൃത്യമായിട്ട് അറിയാൻ വേണ്ടി നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്.